കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇതുപോലെ കണക്കെടുത്ത് പോയതാ ഇനി ഇപ്രാവശ്യം അതുപോലെ തന്നെ ആവുക. അത് തന്നെ അന്നേരം ഞാൻ കാലുപിടിച്ച് പറഞ്ഞോണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും ഞാൻ പറയും. ഒരു വിറക് കൂടക്കുള്ള എനിക്ക് ആറ്റം കൂടുന്നില്ല. ഇനി എനക്കും വേണേ ഇപ്രാവശ്യം. അല്ല നമ്മളെ സ്ഥാനാർത്ഥിനെ എന്തായിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. നാടിന്റെ കണ്ണിലുണ്ട് ആ വലിയ മനുഷ്യൻ നമ്മളെ കണ്ടിട്ട് നേരിട്ട് വോട്ട് വയ്ക്കാൻ ഇതാ വരുന്നുണ്ട്. നോക്കുകള് ഇത് നമ്മളെ സുഗുണന് സന്തോഷല്ലേ. ഇവല നമ്മളെ കണ്ണിലുണ്ട്. നിങ്ങള് ശരിക്കും കണ്ണ് തുറന്ന് നോക്കുന്നേ. ആ അത് ശരിയാ, അത് കണ്ണിലുണ്ട് തന്നെയാ. ഇതാ നമ്മളെ സാറ് മാറിക്കണം. നിങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിട്ടാ ഇത്രയും ദൂരം ഞാൻ വന്നത്. അപ്പൊ നിങ്ങളോട് എല്ലാരോടും കൂടിയാ നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നിങ്ങളെല്ലാരെയും ഞാൻ തീർക്കും. അതല്ല നിങ്ങളെല്ലാ പ്രശ്നവും തീർക്കുന്ന മുമ്പ് പറഞ്ഞേട്ടാ. തെരഞ്ഞെടുപ്പായ ഒരാൾ ജയിക്കും. ആര് ജയിച്ചാലും തോറ്റാലും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഈ വയലിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പരിഹാരം കാണണം. അതിന് ഇപ്രാവശ്യം നടക്കുന്ന പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പല്ലേ? അതെന്താ തെരഞ്ഞെടുപ്പാ? ഇതൊന്നും അറിഞ്ഞൂടെ? അതായത് വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ പരസ്പരം സൗഹൃദം എല്ലാം പങ്കുവെച്ചിട്ട് നമ്മളെ മൊയ്തൂക്കാന്റെ കൂടി ഓരോ ചായ എല്ലാം കുടിച്ചിട്ട് വോട്ട് ചെയ്ത് അങ്ങുക അല്ലേ? അതല്ലേ പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പ്? പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ PVC ഫ്ലക്സ്, നൈലോൺ, അതുപോലെ തന്നെ ഈ പോളിസ്റ്റർ, ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള തുണികൾ, ഈ കൊറിയൻ ക്ലോത്ത് ഇവയെല്ലാം ഉപയോഗിച്ചുള്ള ഫ്ലക്സോ തോരണങ്ങളോ പാടില്ല. മാത്രമല്ല ഭക്ഷണം, വെള്ളം ഇവ കൊണ്ടുവരുന്ന ഈ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഈ പാടിൽ പ്ലാസ്റ്റിക് വേണം, അല്ലാണ്ട് കൊടിയും തുറന്നാൽ എന്തുകൊണ്ടാക്കുക? അതിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയുള്ള എല്ലാ സാധനവും ഉപയോഗിക്കാം. പേപ്പറും 100% കോട്ടനായ തുണികളൊക്കെ ഉപയോഗിക്കാലോ. കടലാസിന്റെ ബോർഡ് കണ്ട് ആട്ടുകൂട് മൂടിയാലും മൂടിയ ബോർഡ് അടങ്ങുന്നില്ലേ? ഇതെന്തിനാണോ പറയുന്നത്? ആന്നേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആട്ടും കൂടിനും വിറക് കൂടൊക്കെ ഫ്ലക്സ് തരാൻ തന്നെ ഇവൻ കണക്കെടുപ്പിക്കും. ഇവന്റെ കണക്കൂട്ടലൊന്നും നടക്കില്ല. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം നമ്മൾ ഹരിത കർമ്മസേനയെ ഏൽപ്പിക്കണം. പൊതുസ്ഥലങ്ങളിൽ അത് കൊണ്ടുപോയിട്ടാൽ അതിന്റെ പിഴ ഈ സ്ഥാനാർത്ഥി അടക്കണം. അതായത് പ്രകൃതിക്കും മനുഷ്യനും ദോഷമില്ലാത്തത് നമ്മൾ തിരഞ്ഞെടുത്താൽ നമ്മളെ ജനങ്ങളും തിരഞ്ഞെടുക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാം, പ്രകൃതിയെ തോൽപ്പിക്കാം.